Hello guys, welcome to market analysis video. നിഫ്റ്റിയുടെ നവംബർ മന്ത്ലി എക്സ്പയറി ഡേ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഹ്യൂജ് വാളറ്റൈൽ ആണ് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു ബൈയിങ് സൈഡിലുള്ള ഒരു മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത്. കാരണം ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് ഡേയിൽ ആ ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുകയും മാർക്കറ്റ് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് 24,350 എന്നുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഇത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പൺ ഇന്നലെ ക്ലോസ് ചെയ്ത് അതേ ലെവലിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബൈയിങ് മൂവ്മെന്റ് തരികയും അതോടൊപ്പം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകും. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയാൻ 52,500 എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റി കാണിക്കുകയും ചെയ്തതിനു ശേഷം പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് മാർക്കറ്റിൽ ഹ്യൂജ് സെൽ ഓഫ് ഉണ്ടായിരിക്കുന്നത്. ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സെൽ ഓഫ് ആയിരുന്നു അത്. കാരണം ഒരാളും എക്സ്പെക്ട് ചെയ്ത് അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെൽ ഓഫ്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മേ ബി ഇതൊരു മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ആണ് തോന്നുന്നത്. കാരണം ഇത്രയും പെട്ടെന്നുള്ള ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എനിവേ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫിൽ ആയിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷന്റെ റിസൾട്ടിന് ശേഷം ഉണ്ടാക്കിയ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫിൽ ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇപ്പോഴും ഗ്യാപ്പ് ഫിൽ ആയിട്ടില്ല. പക്ഷെ അത് ലോവർ ലെവലിൽ കഴിഞ്ഞ 3 ദിവസത്തെ ഒരു ക്ലോസിംഗ് ലെവലിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കുകയാണെങ്കിൽ നാളെ ഫ്രൈഡേ ആണ്. നമുക്കറിയാം പല ഫ്രൈഡേകളും നമുക്ക് നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് കിട്ടാറുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേ ഒരു ഹ്യൂജ് ബൈയിങ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷെ ഈ വീക്കിൽ എങ്ങനെ ആയിരിക്കും ഇത്? അടുത്ത ഡിസംബർ മന്തിന്റെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനും കൂടിയാണ് നാളെ. സോ നാളത്തെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുമോ അല്ലെങ്കിൽ ഇനിയും സെല്ലിംഗ് സൈഡ് തന്നെ ആയിരിക്കും മാർക്കറ്റ് പോവുക എന്നുള്ളത്. വേറൊരു കാര്യം FI ആണ്. കഴിഞ്ഞ 3 ദിവസം FI ബൈയിങ് ആയിരുന്നു. സോ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തത് FI വീണ്ടും ബൈയിങ്ങിലേക്ക് തിരിച്ചു. പക്ഷെ ഇന്ന് 11,756 ക്രോറിന്റെ സെല്ലിംഗ് ആണ് FI നടത്തിയിട്ടുള്ളത്. സോ അവരും ഇപ്പോൾ സെല്ലിംഗ് സൈഡിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. എനിവേ നമുക്ക് അറിയേണ്ടത് ഇനിയുള്ള മൂവ്മെന്റ്, അതായത് മാർക്കറ്റിന് ഏത് ഡയറക്ഷനാണ് എടുക്കുന്നത്. കാരണം ഇവിടെ നിന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ്. ഈ സെല്ലിംഗ് റിക്കവറി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ അതെല്ലാം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് വീണ്ടും സെല്ലിംഗ് സൈഡിലേക്കുള്ള മൂവ്മെന്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. എനിവേ നമുക്ക് ചാർട്ടും കൂടി നോക്കാം എങ്ങനെയായിരിക്കും. നമുക്ക് ചെറിയ ട്രേഡ് ഒക്കെ പ്ലാൻ ചെയ്യും. കാരണം മാർക്കറ്റ് ഒരു ഒരു ഇൻഡിസിഷൻ ഇതിലാണ് നമുക്ക് കാണാൻ പറ്റും. കാരണം മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബൈയിങ് സൈഡ് തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സെൽ ഓഫ് ഇന്ന് ഉണ്ടാവാനുള്ള കാരണം പോലും ഒരു വ്യക്തമല്ല ശരിക്കും പറഞ്ഞാൽ. സോ എനിവേ നമുക്ക് നോക്കാം, ചെറിയ ട്രേഡ് ഒക്കെ നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ, അതായത് ഡെയിലി ചാർട്ടിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഈ ഒരു ഇന്നത്തെ കാൻഡിൽ എത്രമാത്രം സ്ട്രോങ് കാൻഡിലാണ് ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞ 3 ദിവസം നല്ലൊരു ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്തിട്ട് ആ ഒരു ഇതിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ നിന്നാണ് ഒരു ഷാർപ്പ് സെല്ലിങ് മാർക്കറ്റ് നമുക്ക് തന്നത്. ഈ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുണ്ട്. സോ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ഇനി അടുത്ത ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡെയിലി കാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനിയുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഇവിടെ 23,850 എന്നുള്ള ലെവൽസ് നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു 23,840 എന്നുള്ള ലെവലും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് 23,700 എന്നുള്ള ഒരു പോയിന്റ് ആണ്. സോ മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആവാണ്. കാരണം ഇത്രയും ഒരു ഷാർപ്പ് സെല്ലിങ് വന്നുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് സെല്ലിംഗ് സൈഡ് പ്രോബബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റിൽ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാൻഡിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും സെല്ലിംഗ് സൈഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ബൈയിങ് നമുക്കിപ്പം എന്തായാലും കൺഫേം ചെയ്യാൻ പറ്റില്ല. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ
ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ ഒരു ലെവൽസ് ആണ് ഈ ഒരു ലെവൽസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഈ ഒരു റേഞ്ച് ആണ് ഇന്ന് ബ്രേക്ക് ആവുകയും ആ ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ റിവേഴ്സ് ആവുകയും ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ളത് ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഫിൽ ആവാറുണ്ട്. നിഫ്റ്റിയിൽ ആ ഗ്യാപ്പ് ഫിൽ ആയിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയും കൂടി ഫിൽ ആവുകയാണെങ്കിൽ നിഫ്റ്റിയും അതിനോട് താഴേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇനി നമുക്ക് ട്രേഡ് പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും വീക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽസിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഈ ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് നമുക്ക് കഴിഞ്ഞ 3 ദിവസത്തെ ട്രേഡിംഗ് സെക്ഷന്റെ അകത്ത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഒന്ന് ബ്രേക്ക് ഔട്ട് ആയെങ്കിലും പിന്നെ റിവേഴ്സ് ആയിട്ട് ഈ ഒരു ലെവലിൽ വന്നിട്ട് ക്ലോസ്. സോ ഇത് ബ്രേക്ക് ചെയ്ത് വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഗ്യാപ്പും കൂടി ഫിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇനിയിപ്പം ഇത് തിരിച്ച് വീണ്ടും റിവേഴ്സ് ആയിട്ട് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ അപ്സൈഡ് നോക്കുക. അതല്ലെങ്കിൽ ചെറിയൊരു ട്രേഡൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് നാളെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ട് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇവിടുന്ന് ചെറിയൊരു ബൈയിങ്ങിലേക്ക് നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു സെല്ലിങ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു റിവേഴ്സിൽ ചെറിയൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം ബൈയിങ് സൈഡിൽ. അതല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവൽ ക്ലോസ് ചെയ്തിട്ട് നല്ലൊരു സെല്ലിങ് തന്ന് പിന്നെയും വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വരെ ടാർഗറ്റ് വെച്ചിട്ട് ഒരു സെല്ലിങ് പോസിബിലിറ്റി ഉണ്ടാവും. സോ നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നല്ലൊരു സെല്ലിങ്ങിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി നാളെ ഓപ്പൺ ചെയ്തിട്ട് സെല്ലിങ്ങിലേക്ക് വന്നിട്ട് ഈ ഒരു ലെവല് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ഒരു റിവേഴ്സിൽ വരികയാണ്. നമുക്ക് ഒരു റിവേഴ്സൽ ട്രേഡ് ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഇന്നത്തെ ലോ വെച്ചിട്ട് ഒരു ചെറിയൊരു ബൈയിങ് സൈഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതൊരു പോയിന്റ് ഇതാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ആണ് പിന്നെ വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് നോക്കാം. സോ ഇത് രണ്ടുമാണ് മാർക്കറ്റ് നാളത്തെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മാർക്കറ്റ് ഒരു റിവേഴ്സലായിട്ട് ഇന്നത്തെ സെല്ലിങ്ങിനെ കംപ്ലീറ്റ്ലി റിക്കവറി ആക്കാൻ ഉള്ള ഒരു പ്രോബബിലിറ്റിയും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫ്രൈഡേ അങ്ങനെ നല്ലൊരു ട്രെൻഡിങ് ഡേ ആണ് അധികവും കാണിക്കാറുള്ളത്. നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് ഒക്കെ ഒരുപാട് തവണ കാണിച്ചിട്ട് ഇൻ കേസ് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് ക്യാൻഡിലൊക്കെ സ്ട്രോങ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഒരു ഫസ്റ്റ് ബൈയിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീക്ക്നെസ് പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് കാണുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ബൈയിങ് സൈഡ് നോക്കാവുന്നതാണ്. സോ എനിവേ നമുക്ക് നാളത്തെ ഒരു ഇൻഡിസിഷൻ തന്നെയാണ്. ഇന്നത്തെ സെല്ലിങ്ങിനായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ മാർക്കറ്റ് എല്ലാം റിവേഴ്സലാവുമോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നാളത്തെ മാർക്കറ്റ് ഇത് കണ്ടു തന്നെ അറിയണം. എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നാളത്തെ മാർക്കറ്റിംഗ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.